ഞാൻ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ തണ്ടൊക്കെ ഇങ്ങനെ പിച്ചി പിച്ചി കയ്യിൽ വെച്ചിരിക്കുന്നത് എന്താണെന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ കൊല്ലത്ത് പോയപ്പം 2 പോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു പോട്ടിന് ഏതാണ്ട് 60 രൂപ അങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ചാർജ് എടുത്തത് കേട്ടോ. അപ്പം നല്ല രസമുള്ളൊരു ഇതാണ്, ഞാൻ കാണിക്കാമേ. അപ്പം അതിലേക്ക് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മേടിച്ചത്. ഏതാണ്ട് ഇതാണ്, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പം നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് വീടിനകത്ത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ മണ്ണിലോ അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലോ ഒക്കെ ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വീടിനകത്ത് ദണ്ട് ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞു പ്ലാന്റ് ഒക്കെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്, നമുക്ക് വളരെയധികം സന്തോഷമാണല്ലേ. അപ്പം അങ്ങനെ ഇതാണ്ട് ഞാൻ മേടിച്ച പോട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ എന്താ പറയാ, തണ്ട് മുറിച്ച് ഇങ്ങനെ കുത്തി കുത്തി വെക്കുകയാണ് കേട്ടോ. മേൽമണ്ണാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ദാണ്ട് ഇങ്ങനെ ഈ അടിയിൽ ഒരു ഇല ഉണ്ടെങ്കിൽ അതങ്ങ് പിച്ചി കളഞ്ഞിട്ട് ദാണ്ട് ഇതുപോലെ ഇങ്ങനെ തണ്ട് മുറിച്ച് വെച്ചാൽ ഇത് കിളിച്ചോളും. നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എന്താ പറയുന്നത്, നനവ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വല്ലപ്പോഴും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ സൂര്യപ്രകാശം ഒരുപാടില്ലാത്ത അകത്ത് നമ്മൾ ജനലിൻ്റെ അവിടെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില്ലേ, അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുവച്ചാൽ മതി. എന്നാൽ ഒരുപാട് സൂര്യപ്രകാശമൊന്നും ഇല്ല, ഡാർക്ക് പ്ലേസ് ആണ്, വെട്ടമില്ലാത്ത സ്ഥലമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസമൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കുറച്ചു നേരം വെച്ചിട്ട് എടുത്ത് വെച്ചാലും അതുപോലെ തന്നെ ഇരുന്നോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പം വെള്ളം കൂടിപ്പോവാണെങ്കിൽ ഇതിങ്ങനെ ചീഞ്ഞു പോവും കേട്ടോ. ഇലകൾ ചീഞ്ഞു പോവുകയും തണ്ട് ചീഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ ഞാനിത് രണ്ടും ദാണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്റ്റിക്കുട്ടനാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ. ക്രിസ്റ്റി അപ്പുറത്ത് നിപ്പുണ്ടേ. ഇതാണ്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് ഇതുപോലെയൊക്കെയുള്ള പോട്ട് മേടിച്ച് നമ്മൾ വീടിനകത്ത് നമ്മുടെ കിച്ചണിലും പിന്നെ കിച്ചണിൻ്റെ ഡോറിലെ വിൻഡോ ഇല്ലേ അവിടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പം നമുക്കതൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതിങ്ങനെ കിളിച്ച് വരുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ. അപ്പം അതിനുവേണ്ടി നമുക്ക് നല്ലതാണ്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ബെൽ ബട്ടനൊക്കെ അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 സെറ്റ് ചെയ്ത് കേട്ടോ. എന്നിട്ട് രണ്ട് ഈ കളറുള്ള ചെറിയ കല്ലുകളില്ലേ നമ്മുടെ മീൻകുളത്തിലൊക്കെ ഇരിക്കുന്നത്, അത് കുറച്ച് ക്രിസ്റ്റിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് ഇങ്ങനെ വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് ചീരയുടെ വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നാണ്ട് ഇതുപോലെ ഗ്രോ ബാഗിനകത്ത് കുറച്ച് ഇടാമെന്ന് കരുതി മുളപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതാണ് ഞാനീ പാവുന്നത് കേട്ടോ. ചീര വിത്ത്, പച്ചച്ചീരയുടെ വിത്താണ് കേട്ടോ മേടിച്ചത്. 20 രൂപയാണ് ഒരു പാക്കറ്റിന്. കിളിക്കും തോന്നുന്നു. അപ്പം കുറേശ്ശെ ഇങ്ങനെ അതിനകത്ത് പാവി കൊടുക്കാമെന്ന് കരുതി കുറച്ച് ഞാനങ്ങ് മാറ്റി വെച്ചു വിത്ത്. അങ്ങനെ വിത്തുകളൊക്കെ പാവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ, പച്ചച്ചീരയാണോ ചുമന്ന ചീരയാണോ എല്ലാവർക്കും ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ചച്ചീരയാണ് കേട്ടോ. കൂട്ടാൻ വെച്ച് കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം പച്ചച്ചീരയാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഏതാണ് ഇഷ്ടം എന്നുള്ളത്. കാരണം ചിലവർക്ക് പച്ചച്ചീര കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ചുമന്ന ചീര കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പം അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നാളെ ഗ്രോ ബാഗിലൊക്കെ ദാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കല് ഞാൻ ഇതേപോലെ ചീരവിത്തൊക്കെ നട്ടതാട്ടോ. അപ്പോഴുണ്ടല്ലോ ചീര പാവിയിട്ട് വിത്ത് പാവിയപ്പം ഉറുമ്പെടുത്തോണ്ട് പോയി എല്ലാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പയറിന്റെ വിത്തുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചു ഉറുമ്പെടുത്തോണ്ട് പോകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് മുളപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് മുള പൊട്ടുമ്പം കൊണ്ടുപോയി മാറ്റി നടാമെന്ന് കരുതി. അപ്പം അങ്ങനെ ഞാൻ ഈ ചട്ടിക്കകത്ത് അത് പാവുമാണ് കേട്ടോ. ഈ പയറ് വിത്തൊക്കെ ഉറുമ്പെടുത്തോണ്ട് പോകുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ, ഇതിങ്ങനെ പാവി കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി DDT ഇല്ലേ നമ്മുടെ, അപ്പോൾ അത് ഞാൻ ഇച്ചിരി ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഉറുമ്പുകൾ വരത്തില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന വിദ്യ അതാണ്. ഒരു സൂത്രം കാണിച്ചു തരാമേ. ഇത് ഞങ്ങളുടെ കുഞ്ഞൻ പ്ലാവാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് ദണ്ട് ഇതിനകത്ത് കുറച്ച് ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 3-4 ചക്ക പിടിച്ചിട്ടുണ്ട്. എന്താണ്ട് ഞാൻ തൊട്ടുടനെ ഒരു ചക്ക അങ്ങ് തറയെ വീണ് കേട്ടോ. അപ്പം ക്രിസ്റ്റി എന്നെ വഴക്ക് പറയാണ്, ഞാനാണ് ആ ചക്ക പോക്കുന്നത്. അപ്പം ഞാൻ അവന് കാണിച്ചു കൊടുക്കുകയാണ്, ഓൾറെഡി മഴ പെയ്ത് അതിൻ്റെ തണ്ടെങ്ങാണ്ടോ ചീഞ്ഞിരുന്നതാണ്, അതാ തറയെ വീണതെന്നും പറഞ്ഞ് ഞാൻ ക്രിസ്റ്റിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ പ്ലാവിനകത്ത് കുറച്ച് ചക്ക പിടിച്ചു. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് ചെടി നടുന്നിടത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ഹാങ്ങിങ്ങിൻ്റെ പ്ലാന്റ് പിന്നെ പന്നലായി കിടപ്പുണ്ടായിരുന്നു. അത് കുറേ നാളായി. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന്. എന്നാൽ പിന്നെ അതും കൂടെ ചെയ്തേക്കാമെന്ന്
കരുതി ദാണ്ട അത് കുത്തിയിരുന്ന് ചെയ്യുവാണ് കേട്ടോ. ക്രിസ്റ്റി പറഞ്ഞു വീഡിയോ എടുത്തു മമ്മി, ഞാൻ മടുത്തു, ഞാൻ തിരിച്ച് കയറി പോവാ ഇനി എന്നൊക്കെ പറഞ്ഞാണ് ക്രിസ്റ്റി നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഇതും കൂടെ ഒന്ന് എടുത്തിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോഴ് ഞാൻ മണ്ണൊക്കെ ഇട്ട് ദാണ്ട അതും അതിന്റെ നല്ല തണ്ട്, അതായത് കിളിച്ച് താഴോട്ട് കിടന്ന അറ്റത്തണ്ടില്ലേ, അപ്പൊ അതിങ്ങനെ മുറിച്ച് കുത്തി കൊടുക്കുകയാണ്. അത് പെട്ടെന്ന് അങ്ങ് കിളിച്ചോളും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുത്തി ഇച്ചിരി മണ്ണ് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഹാങ്ങിങ് പ്ലാന്റും ഇൻഡോർ പ്ലാന്റും ഒക്കെ പെട്ടെന്ന് കിളിച്ചോളും കേട്ടോ. പിന്നെ നമ്മൾ അധികം വെള്ളം ഒഴിക്കാതെ ഇതിനെ കെയർ ചെയ്താൽ മതി. ഒരുപാട് മഴ നനയുമ്പോഴാണ് ഇത്, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം തങ്ങി നിൽക്കുമ്പോഴാണ് ഇത് പെട്ടെന്ന് പന്നലായി പോകുന്നത്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തു. കണ്ടോ ഇനി ഇത് കൊണ്ട് തൂക്കിയിട്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ ക്രിസ്റ്റിയുടെ അടുത്തുനിന്ന് പോവുകയാണ്. അപ്പം ക്രിസ്റ്റിയോട് ഞാൻ പറഞ്ഞു എടാ ഗപ്പിക്കുട്ടന്മാരെയും കൂടെ ഒന്ന് കാണിക്കാൻ. അപ്പം ക്രിസ്റ്റി ആണെങ്കിൽ വീടിനകത്തേക്ക് പോയി മീൻ തീറ്റയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. തീറ്റയിട്ടാ മീൻ മുകളിലേക്ക് കയറി വരുമെന്നും പറഞ്ഞുകൊണ്ട് ദാണ്ട് ഒരു കുഞ്ഞും വന്ന് തീറ്റ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ.